നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചിക്കൻ്റെ റെസിപ്പിയുടെ പേരാണ് രശ്മി ചിക്കൻ കറി. രശ്മി കബാബ് എന്നൊക്കെ കേട്ടിട്ടുണ്ട് അല്ലേ? ചിക്കൻ കറി, രശ്മി ചിക്കൻ കറി എന്നൊന്നും കേട്ടിട്ടില്ല. അപ്പോൾ നമുക്കൊരു വ്യത്യസ്തമായ ഒരു ടേസ്റ്റാണ് അതിന്. അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം അല്ലേ? അപ്പൊ നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം അല്ലേ സജിത? ചിക്കൻ്റെ ആദ്യം നമുക്ക് കുറച്ച് ലെമണിൻ്റെ ജ്യൂസ് ഒഴിച്ചു കൊടുക്കാം. അതിലൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾ പൊടി. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതാണ് ഇച്ചിരി കൂടുതലിട്ട് ഇച്ചിരി കളർ കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി കാശ്മീരി ചില്ലി പൗഡർ. ഗരം മസാല, അതേപോലെ തന്നെ യോഗട്ട്, കുറച്ച് സോൾട്ട് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ജിഞ്ചറും ഗാർലിക്കും കൂടെ നമ്മൾ അരച്ചെടുത്തിരിക്കുന്ന പേസ്റ്റാണ്, അതുകൂടെ നമുക്ക് കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണം. നമുക്കൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഐറ്റം എല്ലാം കൂടെ ഇതിലൊന്ന് പിടിക്കാൻ വേണ്ടി ഒരു ഹാഫ് ആൻ അവർ നമ്മളൊന്ന് ചില്ലറിൽ വയ്ക്കുന്നുണ്ട്. ഒരു അരമണിക്കൂർ. കൂടുതൽ സമയം വെച്ചാൽ അത്ര കൂടെ നല്ലതാണ്. നമ്മളൊരു അരമണിക്കൂർ നമ്മുടെ മാരിനേഷനൊക്കെ ചെയ്ത് വെച്ചിരിക്കണം. ഒരു അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മളിതിന് വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും വറുത്ത് വെച്ച കാഷ്യൂനട്ടും കൂടെ നമുക്കൊന്ന് അരച്ചെടുക്കുന്നത് അല്ലേ? നമുക്ക് ആ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയാണ്. സവോളയും കൂടെ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ആ കൂട്ടത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന കുറച്ച് കാഷ്യൂനട്ടും കൂടെ ഉണ്ട്. ഒന്ന് തുറന്ന് നോക്കാം. കുറച്ചുകൂടെ ഒന്നാകാനുണ്ട്. കുറച്ചുകൂടെ ഒരൽപ്പം വെള്ളം ഒഴിച്ചു കൊടുക്കാതെ. വറുത്ത് വെച്ചിരിക്കുന്ന ആ ഒനിയനും കാഷ്യൂനട്ടും കൂടെ അരച്ച് വെച്ചിരിക്കുകയാണ്. നമ്മളിപ്പോൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഏകദേശം ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അത് ഒന്ന് കുറച്ച് ഓയിൽ ഒഴിച്ച് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അല്ലേ? അപ്പം നമുക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് അതൊന്ന് സോട്ട് ചെയ്യാം.
നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനെ ആ ഓയിലിലേക്കൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഉള്ള ഒരു സ്മെല്ലുണ്ടല്ലോ, അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ആ ഗരം മസാലയുടെ ലെമൺ യോഗട്ട് ഇതെല്ലാം കൂടെ ഓയിലിൽ കിടന്നൊന്ന് സോട്ടാകുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ്. 5 മിനിറ്റ് ഒന്ന് കുക്കാക്കി എടുക്കാം. അത് കുക്കാകുന്ന സമയമുണ്ട് നമുക്ക് ഇതിലേക്ക് ഒരു അല്പം മല്ലിയില ഇട്ട് കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ മല്ലിയില നമുക്ക് ചോപ്പ് ചെയ്തെടുക്കാം. ഏകദേശം നമ്മുടെ ഇതൊന്ന് ചെറിയ തീയിൽ വെച്ചാണ് നമ്മളൊന്ന് കുക്ക് ചെയ്യുന്നത്. നമ്മളിത് ഒന്ന് അടച്ചു വെച്ച് വെച്ചെടുക്കാം അല്ലേ, ചെറുതീയിലല്ലേ, കുറച്ച് സമയം കൂടെ ഒന്ന് കുക്കായി കിട്ടട്ടെ. ഇപ്പം നമ്മളുടെ ചിക്കനൊക്കെ ഏകദേശം ഒന്ന് ഹാഫ് കുക്കായി വന്നിരിക്കുക കേട്ടോ. ആ സൂപ്പർ, നല്ലൊരു സ്മെല്ല് കേട്ടോ, നല്ലൊരു ഫ്ലേവറാകുന്നുണ്ട്. ഗരം മസാല, യോഗട്ട്, ലെമൺ ജ്യൂസ്, വരട്ടി വെച്ചിരിക്കുന്ന കാശ്മീരി ചില്ലി, ഗരം മസാലയിൽ നമ്മൾ പൊടിച്ച് ചേർത്തിരിക്കുന്ന പെരുംജീരകം, കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ, തക്കോലം, ജാതിപത്രി ഇതെല്ലാം കൂടെ ചേർത്ത് പിടിച്ചിട്ട് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവർ അസാധാരണമാണ് കേട്ടോ. സൂപ്പർ സൂപ്പർ. അപ്പോൾ ഇത് ഏകദേശം ഒരു ഹാഫ് കുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഒനിയൻ കാഷ്യൂനട്ടിൻ്റെ ആ പേസ്റ്റ് നമുക്കൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. മിക്സ് ചെയ്ത് കഴുകി ഒഴിച്ചു കൊടുക്കുക. അല്പം വെള്ളം കൂടെ ചേർത്ത് നമ്മൾ ഒഴിച്ചു കൊടുത്തത്. നമ്മളുടെ രശ്മി ചിക്കൻ കറി റെഡിയാണ്. നമുക്കതിലേക്ക് കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പം നമുക്ക് അവർക്കിത് കൊടുത്തുകൊണ്ട് ഇവരോട് ചോദിക്കാം. Delicious.
Good. Number one. Number one, yes. Very good. Very nice. 100%. Very nice. Very nice. Roti, gravy, and chicken. How's that, the Pascal? Very nice, fantastic. Yeah. Good chef. Yeah. Roshan. Very nice. Super. Very good. Super. Super. David, how is that? Super. Yeah. അപ്പോൾ നമ്മളുടെ ഇതിൻ്റെ റെസിപ്പീസ് എൻ്റെ ഇൻഗ്രീഡിയൻസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം എൻ്റെ കമൻറ്റ്സ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത ആഴ്ചയിൽ നമ്മളൊരു പുതിയ കാര്യം പറയാൻ മറന്നുപോയി. പുതുതായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുമ്പോൾ ഞാൻ പുതുതായി ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ചയിൽ ഒരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ. Fight. Very nice. Super. Fantastic. Good. David. Super. Yeah. Number one. Superior. It was a Puniki Kalam or Delicious.